ഒരു പരിധിവരെ നമ്മൾ തന്നെ സൂക്ഷിച്ചേ പറ്റൂ, വേറെ ആർക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്പവും തിന്നണം കുഴി വേണമെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് പണം ഉണ്ടാക്കണം, എനിക്ക് ഫ്രീഡം വേണം, അതേസമയം ഐ ഹാവ് ടു ബി സെക്യൂർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൾട്ട് കോമ്പിനേഷൻ വളരെ. അപ്പം അതിൻ്റെ അർത്ഥം ജോലിക്ക് പോകണ്ടെന്നോ ഫ്രീഡം വേണ്ടെന്നുള്ളതല്ല, പക്ഷെ നമ്മളും കൂടെ കരുതി ഇരുന്നേ പറ്റൂ. ഏതാണ് ദ സോഫ്റ്റ് പോയിന്റ്സ്, ഏതാണ് ഗ്രേ ഏരിയാസ്, എവിടെയാണ് ഡേഞ്ചർ വരാൻ സാധ്യതയുള്ള. സ്ത്രീകൾ എത്രത്തോളം സൗഹൃദം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്? ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിന് ശേഷവും അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കോളേജ് കാലഘട്ടത്തിലുള്ള ജോലി ചെയ്തപ്പോൾ കൂടെയുള്ള എല്ലാവരുമായിട്ട് സൗഹൃദം നിലനിർത്തി പോരുന്നുണ്ട്. എത്രത്തോളം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്ത്രീകളുടെ ജീവിതത്തിലൊരു 2 മേജർ ലാൻഡ്മാർക്ക് ഇവന്റ്സ് ആയിട്ട് പറയുന്നതാണ് മാരേജും പ്രഗ്നൻസി കാലഘട്ടം, മീൻസ് മദർഹുഡും. ഈ കാലഘട്ടത്തിലൂടെ കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു സ്ത്രീക്ക് എത്രത്തോളം അവനവന്റെ സൗഹൃദത്തിൽ അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ കാര്യം പറയുമ്പോഴേ ഞാൻ എപ്പോഴും ഞങ്ങളുടെ ക്ലാസ്, ഞാൻ പഠിച്ച സ്കൂളിൽ ഞങ്ങളുടെ ക്ലാസ് നൊട്ടോറിയസ് ആയൊരു ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ടൊരു പ്രത്യേക സ്നേഹം. ഒരുപാട് കാലം വിട്ടുപോയിട്ട് പിന്നെ ഫേസ്ബുക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ലാതെ വന്ന ബാക്കിയുള്ളവരും കൂടി വന്നത് ഈ ഫേസ്ബുക്ക്. പക്ഷെ ഫേസ്ബുക്കൊക്കെ വന്നപ്പോൾ ഇന്നലെ 10ാം ക്ലാസ്സിലെ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ഫീലിംഗ്. I mean, it's like the next day after 10th standard. I mean, not അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. കോളേജിലാണെങ്കിലും അങ്ങനെയായിരുന്നു, ഹോസ്റ്റലിലൊക്കെ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ഓരോ ചട്ടമ്പിത്തരമൊക്കെ കാണിക്കാൻ ഉണ്ടാവുന്ന അങ്ങനത്തെ സൗഹൃദങ്ങൾ എൻഡ്യോർ ചെയ്യും. ഈ നല്ല പിള്ള സൗഹൃദങ്ങളാണ് എൻഡ്യോർ ചെയ്യാറ്. ഇപ്പം എനിക്കറിയാം, പഠിക്കും എന്നുള്ളപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കും കുറേ പേര് നോട്ട്സ് എഴുതാൻ, ഞാൻ ഈ നോട്ട് എഴുത്തിൻ്റെ ഒരാളായിരുന്നു. നോട്ട് വെച്ചാൽ ഞാൻ പുസ്തകങ്ങൾ വായിച്ച്, ഞാൻ ക്ലാസ്സിൽ കയറില്ല, ഞാൻ നോട്ട് എഴുതി എല്ലാവർക്കും ഞാൻ നോട്ട് എഴുതി, ആ നോട്ട് ഷെയർ ചെയ്യാൻ കുറേ പേര് പെട്ടെന്നൊരു സൗഹൃദങ്ങൾ ഉണ്ട്. അവരെ ആരെയും ഇപ്പം മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ല. ഉള്ള ഒരാളെ ശരിക്കും തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ ഈ വനിതാ ഗേൾസ് സെൽ എന്ന് പറയുന്നൊരു പീഡന കേന്ദ്രം ഉണ്ടല്ലോ, എല്ലാ സ്കൂളുകളിലും ഗേൾസ് സെൽ എന്ന് പറഞ്ഞൊരു പീഡന കേന്ദ്രമുണ്ട്. ആ പീഡന കേന്ദ്ര മേധാവിയായിട്ട് തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ ഈ പറഞ്ഞ നോട്ടെഴുത്ത് കൂട്ടുകാരി ഇരിപ്പുണ്ട്. അത് കറക്റ്റാണ്, കാരണം അവർക്ക് വേറൊന്നുമില്ല, അവർ ദേ കം ടു യു ഫോർ എൻ ഇൻസ്ട്രുമെൻ്റൽ പേർപ്പസ്. അപ്പോൾ സൗഹൃദങ്ങൾ പലപ്പോഴും നമ്മൾ റീറ്റെയിൻ ചെയ്യും. നമ്മൾ ഒരുമിച്ചുള്ള ഏതോ ലെവലിലുള്ള എന്തോ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിളിൽ ഒരുമിച്ച് നിൽക്കുന്നവർ തന്നെയാണ് പരസ്പരം സുഹൃത്തുക്കളായി. പലപ്പോഴും വിവാഹശേഷം സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് പക്ഷെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ. ഒരു പെണ്ണിന് ആൺ സുഹൃത്തും പെൺ സുഹൃത്തും ഉണ്ടെങ്കിൽ പെൺസുഹൃത്ത് കുഴപ്പമില്ല, പെൺസുഹൃതം ഫോണൊക്കെ സംസാരിച്ചു. പക്ഷെ ആൺ സുഹൃത്തിന്റെ ഭർത്താക്കന്മാര് നേരെ മറിച്ചുണ്ട്. ആണിനോട് ഭാര്യം പറയും, പെൺസുഹൃത്തൊന്നും പറ്റൂല, ഇത്രയും നാളെ നിങ്ങൾ പഠിച്ചിരുന്ന കാലത്തുള്ള ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഇനി അത് പറ്റില്ല. അതിപ്പോ രണ്ടുപേർക്കും ആ പ്രശ്നമുണ്ട്. സൗഹൃദം എന്ന് പറയുന്നതിനെ സൗഹൃദമായിട്ട് കാണാൻ പലപ്പോഴും നമ്മൾ രണ്ടു കൂട്ടരും ഒരു മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സൗഹൃദവും കൂടി ഇല്ലാതെയാകുമ്പോൾ ആണുങ്ങൾക്ക് പക്ഷേ അതിന് ഓവർകം ചെയ്യാൻ വേറെ ഒരുപാട് മേഖലകളും അവർക്ക് പുറത്തിറങ്ങി പക്ഷെ സ്ത്രീകൾ പിന്നെയും വെന്റ് ഔട്ട് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അവർ ഡിപ്രഷനിലേക്ക് പോകും. സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ എന്താണെന്നറിയോ ചേച്ചി? എല്ലാ ഫ്രണ്ട്ഷിപ്സും അതിപ്പം സ്ത്രീകൾ തമ്മിൽ മാത്രമുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലും പുരുഷന്മാർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമായാലും ഹെറ്ററോസെക്ഷൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ ഫ്രണ്ട്ഷിപ്പും ഒരു എന്താ പറയുക, ഈ പ്ലഷർ ആണല്ലോ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കോറിലിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബിക്കം ഫിസിക്കൽ അറ്റ് സം പോയിന്റ്. നമ്മൾ എടുക്കുന്ന ഒരു കോൺഷ്യസ് ഡിസിഷനാണ് പലപ്പോഴും അങ്ങനെ വേണ്ട എന്ന്. അത് സ്ത്രീകൾ തമ്മിലും ഉണ്ടെന്ന് ആലോചിക്കണം, പുരുഷന്മാർ തമ്മിലും ഉണ്ടത്. ആ ഡൈനമിക്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ നമ്മൾ ഒരു ഹെറ്ററോസെക്ഷൽ മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്ഷലി കമ്മിറ്റഡ് ആണെന്ന് വരുമ്പോൾ യു വോണ്ട് ടു മിനിമൈസ് റിസ്ക്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളൊന്നെങ്കിൽ സെൽഫായിട്ട് നമ്മൾ തീരുമാനിക്കും, നമ്മൾ തന്നെ തീരുമാനിക്കും നമുക്ക് ഇങ്ങനെ വേണ്ട. അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ പറയും വേണ്ട, അത് ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് അത് അതിൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന അതിൻ്റെ യുക്തി അനുസരിച്ച് വരുന്ന ഒരു കാര്യമാണത്.